റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഓരോ വിഷയത്തിലെയും പ്രധാനപ്പെട്ട നിർവചനങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു റിവിഷൻ വീഡിയോ ആണിത്. പരീക്ഷയിൽ മാർക്ക് ഉറപ്പാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഭാഗമാണ് നിർവചനങ്ങൾ. വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പഠനത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക. ഈ വീഡിയോയിൽ 5ാം ക്ലാസ് താരീഖ്, അഖ്ലാഖ് എന്നീ വിഷയങ്ങളിലെ നിർവചനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 1ാമത്തെ പാഠത്തിൽ ഒരു നിർവചനം വന്നിട്ടുണ്ട്. എന്താണ്? സൽസ്വഭാവം എന്നാൽ എന്ത്? എന്താണ് സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ? പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥക്കാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ എഴുതിയാലും മതി. പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥ, അങ്ങനെ എഴുതിയാലും ആൻസറായി. അപ്പോൾ സൽസ്വഭാവം എന്നാൽ എന്ത് എന്നാണ് 1ാമത്തെ പാഠത്തിൽ വന്നിട്ടുള്ള ഒരു നിർവചനം. ഇനി 2ാമത്തെ പാഠത്തിൽ പാഠം 2ൽ ഒന്ന് വന്നിട്ടുണ്ട്. അതെന്താണ്? ഇഖ്ലാസ് എന്നാൽ എന്ത്? ഇഖ്ലാസ് എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം എന്താണ്? അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കൽ എന്ന് എഴുതിയാലും അതിൻ്റെ ആൻസറായി. അപ്പോൾ 2ാമത്തെ പാഠത്തിൽ വന്നത് ഇഖ്ലാസ് എന്നാൽ എന്ത്? അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. 3ാമത്തെ പാഠത്തിൽ ഒന്ന് വന്നിട്ടുണ്ട്. എന്താണ്? തസ്കിയത്തുൽ ഖുലൂബ് എന്നാൽ എന്ത് എന്നാണ്. തസ്കിയത്തുൽ ഖുലൂബ് എന്താണ്? തസ്കിയത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ ഖുലൂബ്. എന്തിൽ നിന്നൊക്കെ? ദുഷിച്ച വിശ്വാസം, പിന്നെ വിചാരം, വികാരം. 3 കാര്യങ്ങൾ മനസ്സിൽ വേണം. അത് എഴുതുമ്പോൾ ഇതും വേണം. എങ്ങനെ? ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ ഖുലൂബ്. ഇനി 5ാമത്തെ പാഠത്തിൽ ഒന്ന് വന്നിട്ടുണ്ട്. 5ാമത്തെ പാഠത്തിൽ വന്നത് എന്താ? ക്ഷമ എന്നാൽ എന്ത്? സൊബർ എന്നാൽ എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതന്നെയാണ് ആൻസർ. ക്ഷമ എന്നാൽ എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതന്നെയാണ് ആൻസർ. എന്താണ്? പരീക്ഷണഘട്ടത്തിൽ അല്ലാഹു അല്ലാത്തവരോട് വേവലാതിപ്പെടാതിരിക്കുക. പരീക്ഷണഘട്ടത്തിൽ അല്ലാഹു അല്ലാത്തവരോട് വേവലാതിപ്പെടാതിരിക്കുക. ഇതാണ് ക്ഷമയുടെ നിർവചനം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നാൽ എന്ത് എന്ന രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ, ചോദ്യങ്ങളായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ആൻസർ ചെയ്താൽ. ഇനി വ്യക്തമാക്കാം എന്ന് പറഞ്ഞങ്ങാട്ടും തരാറുണ്ടല്ലോ. വ്യക്തമാക്കാം എന്ന് പറഞ്ഞിട്ട് ക്ഷമ, ഇഖ്ലാസ് അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതന്നെയാണ് ആൻസർ ചെയ്തേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പരീക്ഷണഘട്ടത്തിൽ അള്ളാഹുവിനോട്, ചില കുട്ടികൾ അങ്ങനെ എഴുതലുണ്ട്, പരീക്ഷണഘട്ടത്തിൽ അള്ളാഹു അല്ലാത്തവരോട് വേവലാതിപ്പെടൽ എന്ന് എഴുതലുണ്ട്. അങ്ങനെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വേവലാതിപ്പെടാതിരിക്കലാണ്. അപ്പോൾ വേവലാതിപ്പെടാതിരിക്കുക. പരീക്ഷണഘട്ടത്തിൽ അള്ളാഹു അല്ലാത്തവരോട് വേവലാതിപ്പെടാതിരിക്കുക. ഇതാണ് ക്ഷമ. ഇനി 6ാമത്തെ പാഠത്തിൽ ഒന്നുണ്ട്. അതെന്താ? ലജ്ജ എന്നാൽ എന്ത്? ലജ്ജ, ഹയാ എന്നാൽ എന്തെന്ന് ചോദിക്കുകയാണെങ്കിലും, ലജ്ജ എന്നാൽ എന്തെന്ന് ചോദിക്കുകയാണെങ്കിലും ഇതാണ് ആൻസർ. വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ്. വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണ എന്ന് എഴുതിയാലും ആൻസർ തന്നെയാണ്. അപ്പോൾ അതാണ് ലജ്ജ. ഇനി 9ാമത്തെ പാഠത്തിൽ ഒരു നിർവചനമുള്ളത് ശുക്ർ എന്നാൽ എന്ത് എന്നാണ്. ശുക്ർ എന്നാൽ എന്ത്? ശുക്ർ നന്ദി. എന്താണ്? അത് സിമ്പിളാണ്. ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക. അതാണ് ശുക്ർ. ശുക്ർ എന്നാൽ എന്ത്? ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ പാഠം 12ാമത്തെ അവസാനത്തെ പാഠത്തിൽ ഒരു നിർവചനം വന്നിട്ടുണ്ട്. അത് തൗബ എന്നാൽ എന്ത് എന്നാണ്. തൗബ എന്നാൽ എന്ത്? പശ്ചാത്താപം എന്നാൽ എന്താണ്? തൗബ എന്നാൽ എന്തെന്ന് എഴുതി വെച്ചാൽ, ഇപ്പം ഇതിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ശുക്ർ എന്നാൽ എന്തെന്ന് വെച്ചാൽ ചില കുട്ടികളാണ് നന്ദി എന്ന് എഴുതണോ. അപ്പോൾ ശുക്രിൻ്റെ അർത്ഥമാണ് നന്ദി. എന്നാൽ എന്ത് എന്നോ വ്യക്തമാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ എന്ത് എഴുതണം? അതിൻ്റെ ഡെഫിനിഷൻ, താരീഫ് മുഴുവനായിട്ട് എഴുതണം.
അപ്പോൾ ശുക്ർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗുണം ചെയ്ത് പിന്നെ നന്ദി പ്രകടിപ്പിക്കുക എന്ന് എഴുതണം. തൗബ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ പശ്ചാത്താപം എന്ന് എഴുതിയാൽ പോരാ. എന്താണ് തൗബ എന്നാൽ? ദോഷത്തെ തൊട്ട് ഖേദിച്ചു മടങ്ങലാണ് തൗബ. അപ്പോൾ ദോഷത്തെ തൊട്ട് ഖേദിച്ചു മടങ്ങൽ അത്ര എഴുതിയാലും മതി. ദോഷത്തെ തൊട്ട് ഖേദിച്ചു മടങ്ങലാണ് എന്ന് എഴുതാം, ദോഷത്തെ തൊട്ട് ഖേദിച്ചു മടങ്ങൽ എന്നൊക്കെ എഴുതാം. അപ്പോൾ അതാണ് തൗബൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. ഇനി താരീഖ് എന്ന വിഷയത്തിൽ നിർവചനങ്ങളാണ്. താരീഖിലൊന്നും വല്ലാതെ കൂടുതൽ നിർവചനങ്ങൾ ഉണ്ടാവില്ല, എന്നാലും ഉള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഒന്നാമത്തെ പാഠത്തിൽ രണ്ട് നിർവചനങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊന്ന് ഗസ്വത്ത് ആണ്. ഗസ്വത്ത് എന്നാലെന്ത്? രണ്ട് ശരീഅത്ത് എന്നാലെന്ത്? എന്താണ് ഗസ്വത്ത് എന്നാൽ? എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംബന്ധിച്ച യുദ്ധങ്ങൾക്ക് ഗസ്വത്ത് എന്ന് പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംബന്ധിച്ച യുദ്ധങ്ങൾ എന്ന് എഴുതിയാലും വരും മതി, എന്നും എഴുതാം. സംബന്ധിച്ച യുദ്ധങ്ങളാണ് ഗസ്വത്ത്. ഇനി ശരീഅത്ത് നോക്കൂ. ശരീഅത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംബന്ധിക്കാത്ത യുദ്ധങ്ങൾക്ക് ശരീഅത്ത് എന്ന് പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംബന്ധിക്കാത്ത യുദ്ധങ്ങൾക്ക് എന്ന് പറഞ്ഞാലും എന്ന് എഴുതിയാലും ആൻസറാവും. ഇവിടെ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോൾ സംബന്ധിച്ച എന്നുള്ള ആ വാക്ക് തന്നെ വേണമെന്നില്ല, പങ്കെടുത്ത എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, അർത്ഥം കറക്റ്റായാൽ മതി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്ത യുദ്ധങ്ങൾക്ക് എന്ന് എഴുതിയാലും കുഴപ്പമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുക്കാത്ത യുദ്ധങ്ങൾക്ക് എന്ന് എഴുതിയാലും കുഴപ്പമില്ല ശരീഅത്തിന്. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും. ഗസ്വത്ത് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംബന്ധിച്ച യുദ്ധങ്ങൾക്ക് ഗസ്വത്ത് എന്ന് പറയും. പിന്നെ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംബന്ധിക്കാത്ത യുദ്ധങ്ങൾക്ക്. അപ്പോൾ ഈ രണ്ടെണ്ണം ഒന്നാമത്തെ പാഠത്തിലുള്ളതാണ്. ഇനി അഞ്ചാമത്തെ പാഠത്തിൽ മറ്റൊന്നുണ്ട്. അഞ്ചാമത്തെ പാഠത്തിൽ ഒന്നുണ്ട്. അതെന്താണ്? ബൈഅത്തുർ റിദ്വാൻ എന്നാൽ എന്ത്? എന്താണ് ബൈഅത്തുർ റിദ്വാൻ എന്ന് പറഞ്ഞാൽ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്ന കള്ളവിവരമറിഞ്ഞപ്പോൾ ഖുറൈശികളോട് മരണം വരെ പോരാടുമെന്ന് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കരാർ ചെയ്തു. ഇതിന് ബൈഅത്തുർ റിദ്വാൻ എന്ന് പറയുന്നു. അപ്പോൾ കരാർ ചെയ്തു വരെ എഴുതിയാലും മതി. എന്താണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്ന കള്ളവിവരമറിഞ്ഞപ്പോൾ ഖുറൈശികളോട് മരണം വരെ പോരാടുമെന്ന് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കരാർ ചെയ്തു. ഇതിനാണ് ബൈഅത്തുർ റിദ്വാൻ എന്ന് പറയുന്നത്. ഇത് അഞ്ചാമത്തെ പാഠത്തിലുണ്ട്. അഞ്ചാമത്തെ പാഠത്തിൽ തന്നെ ഒന്നും കൂടി ഉണ്ട്. അതേതാണ്? ഉംറത്തുൽ ഖളാ എന്നാൽ എന്ത് എന്നാണ്. ഉംറത്തുൽ ഖളാ എന്താണ്? ഹുദൈബിയ കരാർ അനുസരിച്ച് അടുത്ത വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഉംറ നിർവഹിച്ചു. ഇതിനാണ് ഉംറത്തുൽ ഖളാ എന്ന് പറയുന്നത്. ഉംറത്തുൽ ഖളാ പുസ്തകത്തിൽ പിന്നെ അതനുസരിച്ച് എന്നായിരിക്കും. അത് അതിൻ്റെ മുമ്പ് എന്താണ് സംഭവം എന്ന് പറയുന്നുണ്ട്. എന്താണ് നമ്മൾ ഇപ്പോൾ ഇത് ഒരു അതനുസരിച്ച് എന്നുള്ളത് നമ്മൾ മാറ്റിയിട്ട് അത് ഏതാണ്? ഹുദൈബിയ കരാറാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ ആൻസറിൽ എങ്ങനെ എഴുതാം? ഉംറത്തുൽ ഖളാ എന്നാൽ എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹുദൈബിയ കരാർ അനുസരിച്ച് അടുത്ത വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഉംറ നിർവഹിച്ചു. ഇതിന് ഉംറത്തുൽ ഖളാ എന്ന് പറയുന്നു. അപ്പോൾ അഞ്ചാമത്തെ പാഠത്തിൽ ബൈഅത്തുർ റിദ്വാൻ എന്നാൽ എന്ത് എന്നുണ്ട്, ഉംറത്തുൽ ഖളാ എന്നാൽ എന്ത് എന്നുണ്ട്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. ഇനി പതിനൊന്നാമത്തെ പാഠത്തിൽ ഒന്നുണ്ട്. എന്താണ്? ഹജ്ജത്തുൽ വിദാ. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഹജ്ജത്തുൽ വിദാ ആണ്, രണ്ട് ഖുതുബത്തുൽ വിദാ ആണ്. എന്താണ് ഹജ്ജത്തുൽ വിദാ എന്ന് പറഞ്ഞാൽ? എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഹജ്ജിന് ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനത്തെ ഹജ്ജിന് എന്ന് എഴുതിയാലും ആൻസറായി. പിന്നെ ഖുതുബത്തുൽ വിദാ എന്നാൽ എന്ത്? ഖുതുബത്തുൽ വിദാ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനത്തെ ഖുതുബ എന്ന് എഴുതിയാൽ ആൻസർ ആവില്ല. അങ്ങനെയും കുട്ടികൾ ആൻസറൊക്കെ എഴുതിക്കാണ്ട് കാണാറുണ്ട്, അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തത് ഖുതുബത്തുൽ വിദാ എന്നാൽ എന്ത്? ഖുതുബത്തുൽ വിദാ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ എന്താണ് അതിൻ്റെ ആൻസർ? ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങളും ഗൗരവമായ ഉപദേശങ്ങളും അടങ്ങിയ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു ഖുതുബത്തുൽ വിദാ. അപ്പോൾ ഇതൊക്കെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾ, അതൊരു കാര്യത്തിലുണ്ട്. പിന്നെ ഗൗരവമായ ഉപദേശങ്ങൾ, ഈ രണ്ട് കാര്യങ്ങൾ
അടങ്ങിയ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം. അപ്പോൾ ഈ 3 വാക്കുകൾ ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾ, ഗൗരവമായ ഉപദേശങ്ങൾ, ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം. ഈ 3 വാക്കുകൾ മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ എഴുതാം: ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങളും ഗൗരവമായ ഉപദേശങ്ങളും അടങ്ങിയ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു ഖുതുബത്തുൽ വിദാ. ഖുതുബത്തുൽ വിദാ, ഹജ്ജത്തുൽ വിദാ നേരത്തെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഹജ്ജിന്, അല്ലേ? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഹജ്ജ് എന്നൊക്കെ പറയാം. ഖുതുബത്തുൽ വിദാ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ ഖുതുബ എന്ന് എഴുതി വെക്കരുത്. അങ്ങനെയൊക്കെ ഉത്തരം എഴുതിയിട്ട് കാണാറുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക. ഖുതുബത്തുൽ വിദാ ഇതിൽ പറഞ്ഞ പോലെ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ 2 കാര്യങ്ങളും, അഥവാ ഹജ്ജത്തുൽ വിദാ എന്നാൽ എന്ത് എന്നുള്ളതും ഖുതുബത്തുൽ വിദാ എന്നുള്ളതും പാഠം 11 ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ പൊതുപരീക്ഷാ വിദ്യാർത്ഥികളുടെ ഉന്നത വിജയത്തിന് വേണ്ടി വളരെ ഉപകാരപ്രദമായ വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട്. നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. പരീക്ഷയിൽ ഉന്നതമായ വിജയം നാഥൻ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.